അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ജിതിൻ, കനത്ത മഴയാണ് പ്രദേശത്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഇന്നത്തെ നിർണായകമായൊരു ലീഡ് ട്രക്കിൻ്റെ 3 ഭാഗങ്ങളായി കിടക്കുന്ന ഭാഗം ഉണ്ട് എന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. താങ്കൾ ഉൾപ്പെടെ ആ സ്ഥലത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇന്ന് നടത്തിയ പരിശോധന ഏറെക്കുറെ വിജയകരമായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാനല്ലേ? കാരണം കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. കനത്ത മഴയും കാറ്റുമൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എങ്കിൽ കൂടിയും ഏതായാലും ഇപ്പോൾ ഡ്രോണിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച്, അതായത് 3 സ്പോട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ അന്വേഷണം ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്, തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി 3ാമത്തെ സ്പോട്ടിൽ കൃത്യമായ പരിശോധന വീണ്ടും നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇന്ദ്രബാലൻ്റെ ടീമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. പ്രേക്ഷകരെ, ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കനത്ത മഴയും കാറ്റും കാരണം ഡ്രോണിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രോൺ പരിശോധന തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് രണ്ടാമത്തെ സ്പോട്ടിൽ അവർ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. അതിന് 3 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ സ്പോട്ടായി പരിശോധന നടത്തുകയായിരുന്നു. ആദ്യത്തെ സ്പോട്ടിൽ മനുഷ്യ സാന്നിധ്യം, ബോഡി ഹീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കനത്ത മഴ പെയ്തിരിക്കുകയും അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയും ചെയ്യുന്ന 3ാമത്തെ സ്പോട്ട് ഇനിയും പരിശോധിക്കാനിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഒരു സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത് അവിടെ പുഴക്കരയിൽ ലഭിച്ച മരത്തടികളാണ്. മറ്റേത് അർജുൻ്റെ ലോഡ് കയറ്റിയ ട്രക്കിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്ത നമ്പറുകളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അർജുൻ്റെ ബന്ധു. ജിതിൻ, ഇപ്പോൾ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്, നിർണായക കണ്ടെത്തലുകളുണ്ട്. 3 സ്പോട്ട് കേന്ദ്രീകരിച്ച് ഈ പരിശോധന മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ഇന്ദ്രബാലൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ജിതിൻ അവിടെ സ്പോട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ടോ? നാവികസേനയുടെ സംഘം മടങ്ങിയിട്ടുണ്ടോ? അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇപ്പൊ ശക്തമായ കാറ്റും മഴയും ആണ്. തൽക്കാലം അവർ പിന്മാറിയിരിക്കുകയാണ്. ഈ ഡ്രോൺ വെച്ച് ചെക്കിംഗ് എല്ലാം, ഇതുവരെ ഡ്രോൺ വെച്ചുള്ള ചെക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. ജിതിൻ, നമ്മൾ മനസ്സിലാക്കുന്ന വിവരം താങ്കളുമായി ഷെയർ ചെയ്യുകയാണ്. താങ്കൾക്ക് ലഭിച്ച വിവരം ഇത് തന്നെയാണോ എന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. 3 സ്പോട്ടാണ്. അതിൽ ആദ്യത്തെ സ്പോട്ടിൽ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ മഴ പെയ്തത് നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഏറെക്കുറെ ഗുണം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? പക്ഷേ ഈ പുഴയിൽ വലിയ അടിയൊഴുക്കുണ്ട്. അത് ഈ മുങ്ങൽ വിദഗ്ധർ രാവിലെ മുതൽ ശ്രമിക്കുകയാണ് ഒന്ന് മുങ്ങിത്താണ് പരിശോധന നടത്തുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ് അല്ലേ ഇപ്പോഴും ഈ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നത്? ശരി, അവിടെ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഫോണിൻ്റെ റേഞ്ചിന് പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിനിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. ഏതായാലും ഡ്രോൺ പരിശോധന തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഈ തടി കഷ്ണങ്ങൾ ലഭിച്ചതിനെ കുറിച്ചാണ്. ഇന്നലെ രാത്രി തന്നെ ഈ 9 കിലോമീറ്റർ അകലെ തടി കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഒരു ഭാഗത്ത് കാണുന്നത് അർജുൻ്റെ ലോറിയിലെ തടി കയറ്റിയ ദൃശ്യങ്ങളാണ്. മറുഭാഗത്തുള്ളത് അവിടെ 8 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് ഗ്രാമീണർക്ക് ലഭിച്ച അഗർഗോണയിൽ ലഭിച്ച തടി കഷ്ണങ്ങളാണ്. മനാഫ് തന്നെ, ലോറിയുടെ ഉടമ മനാഫ് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അയച്ച് ഇത് പരിശോധിക്കുകയും ആ തടി അത് തന്നെയാണ്, അതായത് അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന ലോഡിലുണ്ടായിരുന്ന തടി കഷ്ണങ്ങൾ തന്നെയാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്തു നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഈ തടി കഷ്ണങ്ങൾ ലഭിച്ചത് എന്നത് തന്നെയാണ് ഏറെ നിർണായകം. നമുക്കറിയാം 7 കിലോമീറ്റർ അകലെയാണ് സഗടഗിരിയിൽ നിന്നാണ് ഈ നേരത്തെ ഈ ബുള്ളറ്റ് ടാങ്കർ, HP യുടെ ബുള്ളറ്റ് ടാങ്കർ കരയ്ക്ക് അടുപ്പിച്ചത് എന്നതും നിർണായകമാണ്.